BJPയുടെ കണ്ണായ സ്ഥലങ്ങളായി മാറുകയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം. ഇത് 2026 പിടിച്ചെടുത്തിരിക്കും എന്നുള്ളതാണ്. നേമത്ത് നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി, താൻ തന്നെ ആയിരിക്കും അവിടെ മത്സരിക്കുക എന്നുള്ളത്. അത് അനൗദ്യോഗികമായിട്ടാണെങ്കിൽ പോലും മറ്റുള്ളിടങ്ങളിൽ ഏകദേശം ഒരു ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ മറ്റ് രണ്ട് മുന്നണികളും പലതരത്തിൽ കളിക്കാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏത് തരത്തിലാണ് അവരുടെ നീക്കം? ചേട്ടൻ അറിഞ്ഞത് 100% കറക്റ്റാണ്. ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തലസ്ഥാനം അസംബ്ലി മണ്ഡലം ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വരരുതെന്ന് UDF LDFകാരുടെ ഒരു രഹസ്യ അജണ്ടയാണ്. കാരണം അവരിവിടെ പരസ്പരം കോൺഗ്രസിനെ കുറ്റം പറയുന്നു, മൈക്കിൾ കൂടി കമ്മ്യൂണിസ്റ്റിനെ കുറ്റം പറയുന്നു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി പോലുള്ള പാർട്ടികൾ ഇവിടെ ജയിക്കരുതെന്ന് രണ്ടുപേരുടെയും മനസ്സിനകത്തുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുള്ള കോർപ്പറേഷൻ്റെ വോട്ടൻ പാറ്റൻറ്റ് വെച്ച് നോക്കുകയാണ് എങ്കിൽ ഇവരുടെ ബാന്ധവം നടക്കുവാൻ പോകുന്നില്ല. കാരണം എണ്ണയിട്ട യന്ത്രം പോലെ 100 വാർഡിൽ ഒരു വാർഡ് തിരഞ്ഞെടുപ്പ് മാറ്റി വച്ചിരിക്കുന്നു. വിഴിഞ്ഞം രാഷ്ട്രീയ സ്വയം സേവാ സംഘം 6 മാസത്തിന് മുമ്പേ അതിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വിവിധ പോഷക സംഘടനാ നേതാക്കളെ അവിടെ പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ച് ഓരോ വാർഡിൽ എത്ര വോട്ടർ ഉണ്ട്, ഇല്ലാത്തവർ എത്ര, മതാടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ എത്ര, ആർക്ക് UDFന് LDFന് NDAക്ക് എത്രയൊക്കെ കിട്ടുമെന്ന് കറക്റ്റ് കണക്കും സെൻസസും എടുത്ത് റെഡിയായിരിക്കുന്നു. ഈ ഒരു അച്ചടക്കപരമായ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ 50 വാർഡുകളിൽ കോർപ്പറേഷനിൽ ഡിവിഷനിൽ BJP വിജയം കൈവരിച്ചത്. തൊട്ടടുത്ത് നിൽക്കുകയാണ് 12 വാർഡിൽ 2ാം സ്ഥാനമാണ് വട്ടിയൂർക്കാവ്. മൊത്തം തിരുവനന്തപുരത്ത് 12 ഡിവിഷനിൽ അതിൽ 5 ഡിവിഷനിൽ 1നും 7നും ഇടയ്ക്ക് വോട്ടാണ്. ഇത് മൊത്തം 3 മണ്ഡലത്തിലുമുള്ള ഇതാണ് ഞാൻ പറയുന്നത്. വട്ടിയൂർക്കാവ് സംബന്ധിച്ച് നല്ല വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. അവർ ഇനി എങ്ങനെ ഇപ്പോൾ ജനകീയ MLA ആണ് പ്രശാന്ത്. അദ്ദേഹത്തിന് നല്ലൊരു വൻപൻ വന്നാൽ മാത്രമേ അവിടെ അടിച്ചിടുവാൻ പറ്റുകയുള്ളൂ. പക്ഷേ അവിടുത്തെ വോട്ട് പാറ്റൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ LDF UDF BJP ഈക്വലൻ്റ് വോട്ട് വരുന്നു. ആ ഈക്വലൻ്റ് വോട്ട് വരുന്നത് നല്ല കാൻഡിഡേറ്റ് ആണ് എങ്കിൽ ഇപ്പോൾ കിട്ടിയ ഡിവിഷൻ്റെ വോട്ട് വെച്ച് നോക്കുകയാണ് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കുവാൻ വട്ടിയൂർക്കാവിൽ വളക്കൂറുള്ള ഒരു മണ്ണാണ് വട്ടിയൂർക്കാവ് അസംബ്ലി മണ്ഡലം. 2016 കുമ്മനം 2ാം സ്ഥാനത്ത് വന്നു. CPM അന്ന് TNCM ആയിരുന്നു, 3ാമതേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ വെള്ളപ്പൊക്കം ബാക്കി കാര്യങ്ങൾ മേയറായിരുന്നു, യുവ മേയറാണ്. ആ വെള്ളപ്പൊക്കത്തിന് നമ്മളെ ഫ്ലഡ് വന്ന സമയത്ത് ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും എത്തിക്കുവാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എയർപോർട്ടിൽ വന്നതും തിരുവനന്തപുരത്തുള്ള സാമൂഹിക സാംസ്കാരിക സംഘടനയിലുള്ളവർ സ്വരൂപിച്ചുകൊണ്ട് കുറേ യുവാക്കളെയും സന്നദ്ധ സംഘടനയെയും ക്ലബ്ബുകളെയും സാംസ്കാരിക സംഘടനയും ക്രോഡീകരിക്കുവാൻ മേയർ പ്രശാന്തിന് കഴിഞ്ഞു. ആ ഒരു വിജയത്തിൽ നല്ലൊരു മേയറാണ്, ജനകീയനെന്നുള്ളത് കൊണ്ടാണ് വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് വിജയിക്കുവാനും പറ്റി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണ് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ലൊരു കാൻഡിഡേറ്റാണ് അവിടെ കൊടുക്കുകയാണ് എങ്കിൽ പ്രശാന്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ഏകദേശ ചിത്രം വ്യക്തമായിട്ടുണ്ടല്ലോ. ഏതാണ്ട് മിക്കവാറും ചിലപ്പോൾ ചലച്ചിത്രനാടൻ കൃഷ്ണകുമാറായിരിക്കും മത്സരിക്കുക എന്ന് ഒരു വർത്തമാനമുണ്ട്. അതെ, അത് ഇവിടുത്തെ ലിസ്റ്റ് കേന്ദ്രത്തിൽ കൊടുന്ന് അവിടുത്തെ നാഷണൽ BJP കമ്മിറ്റിയിൽ നിന്ന് വരുന്ന അനുസരിച്ചാണ്. കൃഷ്ണകുമാറാണോ, ഇപ്പോൾ ജയിച്ച മാഡമാണെങ്കിലും ശ്രീലേഖ മാഡമാണെങ്കിലും വീണ്ടും കുമ്മനം തന്നെയാണ് എങ്കിലും അതൊക്കെ പാർട്ടിപരമായിട്ട് തീരുമാനിക്കേണ്ടത്. അതിന് ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോകുന്നേ. പക്ഷേ മുൻകൂട്ടി പ്രവർത്തിക്കുവാൻ അവിടെ സംഘപരിവാർ സ്ഥാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രവർത്തനം അവർ ജനസമ്പർക്ക പരിപാടികളും വീടുകളിൽ പോവുകയും മരണങ്ങളും ബാക്കി കാര്യങ്ങളും സ്ഥാനാർത്ഥിയെ പിന്നെ പരിചയപ്പെടുത്തിയാലും ബാക്കി സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിൽ സംഘപരിവാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം വട്ടിയൂർക്കാവിൽ തുടങ്ങിക്കഴിഞ്ഞു. ആ രീതിയിൽ തുടങ്ങിക്കഴിയുകയാണ് എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ജയിക്കും. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തോ UDFനകത്തോ അവർ ഇപ്പോൾ പറയുന്നത് എന്താ, പണ്ട് നമുക്ക് കുമ്മനത്തിനെ തോൽപ്പിക്കണം,
അങ്ങനെ MP ആയിരുന്ന നമ്മുടെ കെ മുരളീധരനെയാണ് നിയമത്ത് കൊണ്ടിട്ട് പരാജയപ്പെടുത്തുവാൻ നോക്കിയത്. ആ ഒരു തന്ത്രം ഇനി തിരുവനന്തപുരത്ത് വിലപ്പോവാൻ പോകുന്നില്ല. കാരണം ഒരു MLA തിരുവനന്തപുരത്തോ കേരളത്തിൽ എത്രത്തോളം കിട്ടിയാൽ അത്രത്തോളം കേരളത്തിൻ്റെ ഗ്രാൻറ്റുകൾ കിട്ടും. കാരണം കേന്ദ്രത്തിൽ ഇനി അടുത്ത കാലത്തൊന്നും ND സഖ്യം വരുവാൻ പോകുന്നില്ല, കോൺഗ്രസും വരുവാൻ പോകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കേരളത്തിൻ്റെ ദാരിദ്ര്യം മാറണമെങ്കിൽ, കേന്ദ്രത്തിലുള്ള BJP ഗവൺമെൻറ് സഹായിക്കണമെങ്കിൽ, ഏറ്റവും കൂടുതൽ MLA മാർ കേരളത്തിൽ BJPക്ക് കിട്ടിയാൽ ഒരു ജനകീയ നേതാവും എല്ലാവരോടും തുല്യനീതി കാണിക്കുന്ന പ്രധാനമന്ത്രി തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പദ്ധതികൾക്ക് തിരുവനന്തപുരം തിരഞ്ഞെടുക്കും. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഗവൺമെൻറ് ഇവിടെ സ്ഥലം ചോദിച്ചിട്ട് കൊടുക്കാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ് ബ്രഹ്മോസിന് കാട്ടാക്കട നെട്ടുകാൽ തെരുവിൽ ഏകദേശം 1 ഏക്കർ 35 സെൻറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു. കേന്ദ്രത്തിലൊരു DRIയുടെ ആയുധം, നമ്മ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചാക്കയിൽ നിന്ന് ബ്രഹ്മോസ് ഉണ്ടാക്കി വിദേശ രാജ്യങ്ങൾക്ക് പോകുന്നു. നമ്മുടെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് യുദ്ധത്തിന് പോയ മിസൈലുകൾ കൂടുതലും തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ സ്ഥലത്തെ സ്ഥാപനത്തിന് നമുക്ക് വിലയില്ല. അപ്പോൾ ഈ വനപ്രദേശത്ത് ഈ അഗസ്ത്യർകൂടം മലയുടെ താഴെ ഇത്തരത്തിൽ DRIയുടെ ഒരു ഫാക്ടറി വരികയാണ്. ബ്രഹ്മോസിൻ്റെ സ്ഥലം കേന്ദ്ര ഗവൺമെൻറ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ബ്രഹ്മോസിന് സ്ഥലം കൊടുക്കുവാൻ വേണ്ടി പറയുന്നത്. ഇടയ്ക്ക് ഏതോ ചില ആൾക്കാർ പറയുന്ന കേട്ടു, എയർപോർട്ട് പൂട്ടിയാലും കുഴപ്പമില്ല, സ്ഥലം കൊടുക്കൂല എന്ന് ചാക്കേരിയിലൊരു സംസാരം വന്നു. അപ്പോൾ ഇവിടെ ഇപ്പോഴും രാഷ്ട്രീയപരമായ രീതിയിൽ സ്ഥലങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ, അതിനുള്ള ലാൻഡുകൾ കൊടുക്കുകയാണ് എങ്കിൽ, ഭരണഘടനാപരമായിട്ട് ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന സർക്കാരുകൾ കൊടുക്കുകയാണെങ്കിൽ കേന്ദ്ര പദ്ധതികൾ ഇവിടെ വീണ്ടും വരും. ഉദാഹരണത്തിന് 2ാം ഘട്ടം വിഴിഞ്ഞത്തിൻ്റെ പദ്ധതിക്ക് കടൽ തിരമാലകൾ അടിയിൽ പോകുന്നു, ലാൻഡുകൾ അങ്ങനെ അവർ കോൺക്രീറ്റ് ചെയ്യുവാൻ പോകുന്നു. വീണ്ടും FSL എന്ന് പറയുന്ന ഫോറൻസിക് സയൻറ്റിഫിക്കൽ ലാബ്, അത്യാധുനിക സൗകര്യം, വേൾഡിനെ തോൽപ്പിക്കുന്ന രീതിയിൽ അതും നോർത്ത് ഇന്ത്യയിലുള്ള ഫാക്ടറി റിസർച്ചിൻ്റെ ആൾക്കാർ ഫെലോകൾ നമ്മളെ തിരുവനന്തപുരത്തേക്ക് വരുന്നു. ഈ ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ വാർഡുകളാണ് BJPക്ക് തിരുവനന്തപുരത്തെ ശരിക്കും പറഞ്ഞാൽ താങ്ങി നിർത്തിയത് കോർപ്പറേഷൻ വെച്ചത്. അവിടെ ആ മണ്ഡലത്തിൽ നിന്നുള്ള വാർഡുകളാണ് കൂടുതലും എത്തിയത്. അവിടെയും BJPക്ക് 26-ൽ ജയം ഉറപ്പാക്കാവുന്ന ഒരു നിയമസഭാ മണ്ഡലമാണല്ലോ. തീർച്ചയായിട്ടും 100% കഴക്കൂട്ടത്തിന് എത്ര നാടകം കളിച്ചാലും, UDF LDF സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയാലും കഴക്കൂട്ടം BJP മുരളീധരൻ മുൻ മന്ത്രി മുരളീധരൻജി ജയിച്ചിരിക്കും. മുമ്പ് ശോഭാ സുരേന്ദ്രനോട് നിന്നതാണ്. അതെ, ശോഭാ സുരേന്ദ്രൻ നിലനിർത്തി മെച്ചപ്പെടുത്തിയതാണ്. അതെ, രണ്ടാമത് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് വന്നതാണ്. പക്ഷേ അത് BJPക്കകത്തുള്ള ചില ആഭ്യന്തര കലഹമില്ലായിരുന്നിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണ്. അവരുടെ ഒരു പ്രത്യേക പാറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുതരം ഈ വയലുകളിൽ യൂറിയ ഇട്ട് കൊടുത്ത് നെല്ല് വളരുന്ന പോലെയാണ്. ഇവർ ഏത് സീറ്റിൽ കൊണ്ട് നിർത്തിയാലും അവർ BJPക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിക്കൊടുത്തിട്ട് പോകണം. അപ്പോൾ ആലപ്പുഴ നിർത്തി, കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. ആറ്റിങ്ങൽ അതിനു മുമ്പേ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവർ നിന്ന് അവരുടെ കൊടുങ്ങല്ലൂർ പോലുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെ അവർ നിർത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം സ്ത്രീ മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയാണ് വോട്ടിംഗ് പാറ്റൻ്റ് വർദ്ധിക്കും. രണ്ടാമത് ഈ മുരളീധരൻജിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ഇപ്പം പ്രസൻ്റാണ്. അവിടെ ഒരു വാർഡിലെ ഒരു കൗൺസിലർ പോലെ മരണത്തിനായാലും നൂലുകെട്ടിനായാലും സഞ്ചയനത്തിനായാലും നിറഞ്ഞു നിൽക്കുന്നു. ഈ 28 വാർഡിലും വാർഡ് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി മുരളീധരനാണ്. അതേപോലെ ഈ സ്ഥാനാർത്ഥികളുടെ കോട്ടിക്കലശം സമാപിക്കുന്ന സമയങ്ങളിലും എല്ലായിടവും പ്രസൻസാണ്. അപ്പോൾ ഒരു മിനി അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുന്ന പോലെ കഴക്കൂട്ടത്തെ എല്ലാ വാർഡിലും 100% മുരളീധരൻ നിറഞ്ഞു നിന്നതുകൊണ്ട് ഒരു പ്രത്യേക പരിചയപ്പെടുത്തൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ആവശ്യമില്ല. മുരളീധരൻ തന്നെ അവിടെ ജയിക്കും, അതിന് യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.